വരൂ വരൂ മോളെ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ലക്ഷ്മിപ്രിയ എന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിനിക്ക് സ്വീകരണം നൽകുന്നതിന് വേണ്ടിയാണ്. ഇതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വേദിയിലായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും എൻ്റെ പ്രിയമുള്ള കൊച്ചുമക്കളെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഖ്യപ്രഭാഷണത്തിനായി നമ്മുടെ മുൻ മന്ത്രിയും MLA-യുമായ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലിനെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ദിവസമാണ്, സമയമാണ്. നമുക്കെല്ലാവർക്കും സന്തോഷിക്കാവുന്നൊരു നിമിഷം. നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ നിങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചി മിസ് ലക്ഷ്മിപ്രിയ IAS നമുക്കെല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് ഇന്ന് നമ്മുടെ ജില്ലയിലെ കളക്ടറായി നമ്മുടെ തന്നെ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ആഹ്ലാദകരമായ സംഗതി. നമ്മൾ നൽകിയ ഈ സ്വീകരണത്തിന് മറുപടി പറയുന്നതിന് വേണ്ടി മിസ് ലക്ഷ്മിപ്രിയ IAS-നെ ഈ വേദിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, മറുപടി പറയുന്നതിനായി ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും MLA-യുമായ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, നമ്മുടെ ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ്, ഏറ്റവും പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളെപ്പോലെ തന്നെ ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഞാനും. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഓരോ കാര്യത്തെപ്പറ്റി ഓർക്കുമ്പോഴും എന്റെ കണ്ണീറനണിയുകയും എന്റെ മനസ്സ് തേങ്ങിക്കരയുകയും ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലക്ഷ്മി, കുറച്ച് വെള്ളം കൊണ്ടുവരോ, അച്ഛന് കുളി കൊടുക്കാനാ. അമ്മ ഇപ്പൊ കൊണ്ടുവരാം. ഇത് കൊടുക്കുമോളെ. അച്ഛതേ ഗുളിക കഴിച്ചേ. മോളെ, അച്ഛനെ മാത്രം നോക്കിയിരുന്നാ മതിയോ? നിനക്ക് സ്കൂളിൽ പോകണ്ടേ? ഞാൻ പൊക്കോളാം അച്ഛാ. അതിനു മുൻപ് അമ്മയുടെ കൂടെ പോയി ഞാൻ 2 വീട്ടിലൊന്ന് സഹായിക്കട്ടെ. 9 മണിയാകുമ്പോഴേക്കും കഴിയും. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. മോളെ, നന്നായി പഠിക്കണം കേട്ടോ. ശരി അച്ഛാ. ഈ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഈശ്വരൻ എനിക്ക് ശക്തി നൽകട്ടെ. തുളസി, ഇന്നെന്താ പതിവില്ലാതെ മകളെയും കുട്ടി? എന്നെ സഹായിക്കണം അവൾക്ക് ഒരേ നിർബന്ധം. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി കൊണ്ടുവന്നതാ. അവൾക്ക് പഠിക്കാനുള്ളതല്ലേ. എന്തായാലും അമ്മയെ സഹായിക്കാനുള്ള ആ മനസ്സ്, അത് നന്നായി. ഇനി എന്നും കൂടെ ഞാനുണ്ടാവും.
അതാ ഇപ്പം നന്നായേ. അപ്പൊ പഠിക്കാനൊന്നും പോണ്ടേ? അതെന്നും ജോലി കഴിഞ്ഞിട്ട്. അത് കൊള്ളാം. ആ. എടീ, കണ്ടു പഠിക്ക്. നിന്നെപ്പോലെ മടിച്ചൊന്നുമല്ല കൊച്ച്, മനസ്സിലായാ? ഈ പപ്പയൊന്ന് പോയേ. ഏ? മനുഷ്യനൊരു സ്വസ്ഥതയും തരില്ല. ഔ. എടി സിസിലിയേ, നിന്റെ മോക്ക് സ്വസ്ഥതയില്ലാന്ന്. ഓ. നിങ്ങൾ രാവിലെ തന്നെ ആ കൊച്ചിനെ നിന്റെ- ദേഷ്യം പിടിപ്പിക്കല്ലേ? ആ, ഞാൻ നിർത്തിയിടി. ഇനി നിങ്ങളെ അമ്മയും മോളും കൂടെ ആയിക്കോ. മോളെ, എന്റെ മോൾ ഒരുപാട് ക്ഷീണിച്ചു പോയോ? ഇല്ല അമ്മേ, ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളതല്ലേ. ഇല്ല, സ്കൂളിൽ പോകുന്ന കാരണം ഒന്നും മര്യാദക്ക് കഴിക്കുന്നുമില്ല, ഒന്നുമില്ല. മോള് നന്നായി പഠിക്കണം കേട്ടോ. അച്ഛന്റെ അവസ്ഥ അറിയാലോ, അമ്മയ്ക്ക് വേറെ ആരുമില്ല. മോള് പഠിച്ചാലേ അച്ഛന്റെ അമ്മയുടെയും പ്രതീക്ഷ നിറവേറ്റാൻ പറ്റൂ. എന്റെ മോള് നന്നായി പഠിക്കണം കേട്ടോ. മോള് തനിച്ചുള്ളൂ? അമ്മയ്ക്ക് എന്തു പറ്റി? ഇനി തുടങ്ങി അമ്മ വരില്ല ആന്റി. അതെന്താ? രാവിലെ അമ്മ തല ചുറ്റി വീണു, ഇപ്പൊ ആശുപത്രിയില്ല. സാരില്ല മോളെ, മോള് വിഷമിക്കണ്ട കേട്ടോ. ആ, അങ്കിളെ ചായ. അവിടെ വെച്ചേക്ക് മോളെ. ആ പ്രിയേ, ഇന്ന് അമ്മ വന്നില്ലേ? ഇല്ല അങ്കിളെ, അമ്മയ്ക്ക് തീരെ സുഖമില്ല. അമ്മ ആശുപത്രി പോയേക്കാ. സിസിലി, ദാ വരണു. ഏതാശുപത്രിയിലാ? ഗവൺമെന്റ് ഹോസ്പിറ്റലാ. ആ, നീ അറിഞ്ഞോ? പ്രിയയുടെ അമ്മ തുളസി ആശുപത്രിയിലാന്ന്. ആ, പ്രിയമോള് എന്നോട് എല്ലാം പറഞ്ഞു. ഉം. നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ചേട്ടാ. അത് പ്രത്യേകം പറയണോ? ആ. ആ, ഞാൻ നേരത്തിനെത്തിക്കോളാം, കുഴപ്പമില്ല. ഒരു മിനിറ്റ്. മോളി പൈസ ആശുപത്രി ചെലവിന് വെച്ച്. പൊക്കോ. അതെ, ഞാൻ ഇറങ്ങി. അതെ. അമ്മേ, അമ്മേ, എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്നുമില്ല മോളെ. പിന്നെ എന്തിനു കരയണേ? അമ്മ ഒന്ന് തല ഇറങ്ങി വീണു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ ചികിത്സിച്ച മാറാവുന്ന അസുഖാന്ന് പറഞ്ഞ്
റേഡിയേഷനും വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞു. എന്താ ലക്ഷ്മി ഇത്ര ലേറ്റ് ആയേ? അത് ജെയിംസ് മുതലാളിയുടെ വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതാ. അതൊന്നും ഇവിടെ പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ ടൈമിന് വരണം. അപ്പുറത്ത് കുറച്ച് തുണി കഴുകാനുണ്ട്. അത് കഴുകി കാറ് വാഷ് ചെയ്തിട്ട് പോയാ മതി. ചെല്ല്. ശരി ചേച്ചി. സതീഷേട്ടാ, സതീഷേട്ടാ, സതീഷേട്ടാ ഒന്നിട്ട് വന്നേ. എന്തടി ഇങ്ങനെ ഒച്ച വെക്കാൻ മാത്രം ഇവിടെ എന്താണ്ടായേ? ഞാൻ ഇവിടെ വെച്ച് 10,000 രൂപ കണ്ടോ? 10,000 രൂപയോ? ആ, നീ ശരിക്കും നോക്കിയത് അവിടെ എങ്ങനെ ഉണ്ടാവും? ഇവിടെ എങ്ങുമില്ല, ഞാൻ ശരിക്കും നോക്കി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്തേ? ഇന്നലെ ഈ മുറി ക്ലീൻ ചെയ്തത് ലക്ഷ്മിയാ. അൽമാരി തുടയ്ക്കണമെന്ന് ഞാൻ കണ്ടതാ. എനിക്ക് അവളെ നല്ല സംശയമുണ്ട്. നീ ചുമ്മാ കാണാതെ അതൊന്നും പറഞ്ഞുണ്ടാക്കരുതട്ടോ. അത് വിട്. എനിക്ക് അവളെ തന്നെ സംശയം. നിങ്ങൾ പോലീസിനെ വിളിച്ചേ. ശരിക്കും ആലോചിച്ചിട്ടൊക്കെ മതി, വെറുതെ പുലുവാല് പിടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വിളിക്കണോ അതോ ഞാൻ വിളിക്കണോ? വിളിക്കാല്ലേ? എന്നാ വിളിക്കാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇത് അവള് തന്നെ എടുത്തേക്കണം, അല്ലാതെ ആരെടുക്കാനാ? ആ സാർ. നിങ്ങളാണോ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ സാർ. എന്താ പ്രശ്നം? എൻ്റെ റൂമിൽ നിന്ന് കുറച്ച് ക്യാഷ് കളവ് പോയി സാർ. എവിടെയാണ് നിങ്ങളുടെ റൂം? ഇത് അവിടെയാണ് സാർ. ഒന്ന് സെർച്ച് ചെയ്യൂ. യെസ് സാർ. എത്ര രൂപയുണ്ടായിരുന്നു? 10,000 രൂപയുണ്ടായിരുന്നു സർ. നിങ്ങളെ കൂടാതെ വേറെ ആരെവിടെ ഉള്ളത്? ഇവിടെ പണിക്ക് വരുന്ന ഒരു കുട്ടിയുണ്ട് സർ. ഈ കുട്ടിയെ കൂടാതെ? ഈ കുട്ടിയെ കൂടാതെ വേറെ ആരുമില്ല സർ. ആ കുട്ടി എവിടെ ഉണ്ടോ? ഓ സർ. ആ കുട്ടിയെ വിളിക്ക്. ലക്ഷ്മി. ഇവിടെ ഒന്നുമില്ല സാർ. നീയാണോ ലക്ഷ്മി? അതെ സർ. ഇങ്ങോട്ട് മാറിക്ക്. ഈ പണെടുത്തത് നീയാണോ? അല്ല, ഞാനല്ല. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ചെറുപ്രായമാണ്, വെറുതെ അടി വാങ്ങാൻ നീ നിൽക്കരുത്. പണം എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് മര്യാദയ്ക്ക് കൊടുക്കുക. ഇല്ല സർ, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. മര്യാദയ്ക്ക് കൊടുക്കുക. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. എടുത്തോ എടുത്തോ. വീട്, വീട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല. വീട്. മോളെ സത്യം പറ, ഞങ്ങളൊന്നും ചെയ്യില്ല. വെറുതെ ചെറുപ്രായത്തിൽ ജയിലിൽ കിടക്കാൻ നിൽക്കണ്ട. ഇവളോട് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഇങ്ങോട്ട് വേണ്ട മോളെ. ദേ, ഇതുപോലെ ഒത്തിരി എണ്ണത്തിന് ഞങ്ങൾ കണ്ടേക്കണതാ. സത്യം പറയിപ്പിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ രീതി വേണ്ടെങ്കിൽ നീ സത്യം പറഞ്ഞോ. ഇല്ല സർ, ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ടു. ചന്ദ്രികേ,
പറയടി സത്യം. പറയാനാ പറഞ്ഞേ. പറയടി. പറയടി സത്യം. പറയടി. പറയടി സത്യം. പറയടി. എടി പറയാൻ. നടക്കടി. ആരോടും ഇങ്ങോട്ട്. കേറി വണ്ടിയില്. ലക്ഷ്മി, ലക്ഷ്മി, മോളെ ലക്ഷ്മി, പുറത്ത് ആരോ വന്നിരിക്കുന്നു. ആരാന്ന് നോക്കിയേ. ശരി അമ്മേ. ആ അമ്മേ, മാഷ് വന്നിരിക്കുന്നു. ആ മാഷ്. ആ മാഷോ? ഓ, മാഷേ ഇരിക്കേ. ആ ആ. ഞാൻ നിങ്ങളേക്കൊന്ന് കാണാൻ വന്നതാ. ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാൻ. എന്താ മാഷേ? ലക്ഷ്മിപ്രിയക്ക് +2-ന് എല്ലാത്തിലും A+ കിട്ടിയിരിക്കുന്നു. എന്റെ ദൈവമേ, എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയണില്ല. ഇത് സത്യമാണോ മാഷേ? ഇത് ദൈവാനുഗ്രഹമാണോ മാഷേ? അവൾ അത്രയ്ക്കധികം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ലക്ഷ്മി അറിഞ്ഞില്ലേ? സാറേ. Congratulations. ജെയിംസ് ഇരിക്ക് ഏട്ടാ. സാറേ. ഇരിക്ക്. ആ. ഇനിയും പഠിക്കണം. ഞാൻ പഠിപ്പിക്കും ഈ കുട്ടിയെ. ജെയിംസ് ഏട്ടൻ വിചാരിച്ച ജോസ് തെറ്റയിലിനോട് പറഞ്ഞ് നല്ല കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടില്ലേ? അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ ജോസിനെ കാണാം. എന്നാ ശരി, പിന്നെ കാണാട്ടോ. എന്നാ പോട്ടെ മോളെ. ആ പുള്ളി എത്തിയാവോ? ജോസേട്ടനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പുള്ളി സ്ഥലത്തില്ലേ? പുള്ളി അകത്തുണ്ട്. അത് പുള്ളി അർജന്റായിട്ട് പാലക്കാട് പോകാൻ നിൽക്കാണ്. ആ ഞാൻ പറയാം, ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറയാം. പറഞ്ഞാൽ മതി. ആ ഇതാരാ ജെയിംസോ? എന്താ പിന്നെ വിശേഷം? ചേട്ടൻ തിരക്കിലൊന്നുമല്ലോ. ഒരു കാര്യം ഉണ്ടായിരുന്നേ. ആ വാ ഇരിക്കേ ഇരിക്കേ. ഇരിക്കണമൊന്നുമില്ല ജോസേട്ടാ. ആ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ. എൻ്റെ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ഈ ലക്ഷ്മിപ്രിയ. ആ ഇവൾക്ക് എല്ലാ വിഷയത്തിലും A+. കോളേജിലൊരു അഡ്മിഷൻ വേണം, അത്രേ ഉള്ളൂ. അതിപ്പോ ജെയിംസ് വിചാരിച്ച് നടക്കണ കാര്യമല്ലേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല ജോസേട്ടാ. പഴയ പ്രിൻസിപ്പാളല്ല, പുതിയ പ്രിൻസിപ്പാളെ ഇപ്പോൾ വന്നേക്കണേ. ജോസേട്ടൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഓ തോമാച്ചൻ, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ. ആ എൻ്റെ സുഹൃത്താ. ഞാൻ അവനായിട്ട് സംസാരിക്കട്ടെ. അത് മതി, അത് മതി. ഓക്കെ ഓക്കെ. മോളെ പേടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. എനിക്കൊന്ന് പാലക്കാട് വരെ പോകാൻ. ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ. ഓക്കെ. ലക്ഷ്മി, എങ്ങനെ പോകുന്നു പഠനമെല്ലാം? നന്നായി പോണു സർ. നന്നായി പഠിക്കണം, കുഴപ്പരുത്. ഉം, ആ കുടുംബത്തിലെ ഏകാശ്രയം മോളാണ്. പഠിച്ച് നല്ലൊരു നിലയിലെത്തണം. ശരി സർ. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കരുത് കേട്ടോ. മോളെ പ്രിൻസിപ്പലിന്റെ ഓഫീസ് അവിടെ. നേരെ ചെന്നിട്ട് ലെഫ്റ്റ് ആണ് സർ. ശരി.
നമസ്കാരം. ഹലോ ജോസാറോ, വരൂ, ഇരിക്കി ഇരിക്കി ഇരിക്കി. മോളെ ഇരിക്കി വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കി മോളെ. ആ ജോസാറെ, വന്ന കാര്യം പറയൂ. ഇത് ജെയിംസ്, എൻ്റെ സുഹൃത്ത്, ഒരു ബിഗ് ഷോട്ട് ബിസിനസ് മാൻ. ഇത് ലക്ഷ്മി പ്രിയ, ഇത്തവണ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടി. ഇവിടെ ഒരു അഡ്മിഷൻ വേണം, നീ ഒന്ന് അറിഞ്ഞ് സഹായിക്കണം. ഈ തവണ A+ കിട്ടിയ ഒത്തിരി പിള്ളേരുണ്ട്. ഏതായാലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ, അപ്പനും അമ്മ രോഗികളാ. മോള് വിഷമിക്കണ്ട, ഞാൻ പരിശ്രമിക്കാം. എൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന കുട്ടിയാ, സാറ് അറിഞ്ഞൊന്ന് സഹായിക്കണം. ബൈജു, സാർ. ബൈജു, ഈ കുട്ടിക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തേക്ക്. ശരി സാർ. ആ മോളും കൂടെ ചെല്ലേ. ഒരു അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ജോസാറിന് അറിയാലോ. ഏതായാലും ഞാനൊന്ന് പരിശ്രമിക്കാം. സാർ എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ തരണം, അത്രയ്ക്ക് മോശം അവരുടെ അവസ്ഥ. ജോസാർ പറഞ്ഞാൽ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. ഓക്കെ, ശരി ശരി ശരി. ശരി സാർ. ഓക്കേടാ, see you. അശ്വതി, ആ സുഖാണോ? സുഖാണ്. നീ എന്താ ഇവിടെ? ഞാൻ അഡ്മിഷന് വേണ്ടി വന്നതാ. നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് സീരിയസാ, കീമോ ചെയ്തോണ്ടിരിക്കുക. പ്രാർത്ഥിച്ചോളൂട്ടോ. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഹയർ സെക്കൻഡറി നല്ല മാർക്കോടുകൂടി പാസ്സായ ശേഷം ജെയിംസ് മുതലാളിയുടെ സഹായത്തോടു കൂടി ഞാൻ തുടർന്നു പഠിച്ചു. ബിരുദങ്ങൾ ഓരോന്നായി നേടിയതിനു ശേഷം IAS ചേർന്നു. ദൈവാനുഗ്രഹത്താൽ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു. ജോലി കിട്ടി. നിങ്ങളുടെ മുൻപിൽ അഭിമാനത്തോടുകൂടി നിൽക്കാൻ സാധിച്ചു. സഹനങ്ങളും പ്രതിസന്ധികളും നമ്മൾക്ക് മുമ്പിൽ വന്നെത്തുമ്പോൾ അടിപതറാതെ പ്രാർത്ഥനയോടുകൂടി അതിനെ നേരിടുക. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് എൻ്റെ ജീവിതാനുഭവം. മോളെ